ഒരു പ്രതിഷേധ സാഹചര്യമൊക്കെ ഉണ്ടായി. മന്ത്രി ഇടപെട്ട് തൽക്കാലം അന്വയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവിടെ പുതിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പുതിയ ദൃശ്യങ്ങൾ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. മുമ്പിലാണ് നാട്ടുകാർ ഈ പ്രതിഷേധം നടത്തുന്നത്. തണ്ടർ ബോൾട്ട് നിൽക്കുന്ന അവിടുന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് അതിൻ്റെ ഉള്ളിലോട്ട് വലിച്ചിട്ട് കൊണ്ടുപോയിട്ടാണ് ഉള്ളത്. മന്ത്രി ഒ ആർ കേളു സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ വനത്തിനുള്ളിൽ നിന്നും രാധയുടെ മൃതദേഹം ഇതുവരെ പുറത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. തണ്ടർബോൾട്ട് സംഘമാണ് മൃതദേഹം കണ്ടത്. അവർ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് ഇവിടെ നാട്ടുകാരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന കടുവയുടെ ആക്രമണം, മറ്റു വന്യജീവികളുടെ ആക്രമണം ഇതൊക്കെ തടയാൻ വേണ്ടിയുള്ള ശാശ്വതമായ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി ഒ ആർ കേളുവിന്റെ മുന്നിൽ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുന്നത്. സ്വാഭാവികമാണ് ഇങ്ങനെ മരണമൊക്കെ സംഭവിക്കുമ്പോൾ ആളുകളുടെ പ്രതിഷേധങ്ങൾ പലപ്പോഴും അത് കൈവിട്ടു പോവുകയും ചെയ്യും. കാരണം ആളുകളുടെ ആശങ്ക, തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നു, അതിൻ്റെ വൈകാരികതയൊക്കെ ഉണ്ട്. അതാണിപ്പോൾ അവിടെ കാണുന്ന മന്ത്രി ഒ ആർ കേളു സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. മന്ത്രിയുടെ മുന്നിൽ തന്നെ നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ആദിവാസി സ്ത്രീയെ രാധയ്ക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ആദ്യം മൃതദേഹം എടുക്കാൻ നാട്ടുകാർ അനുവദിച്ചില്ല. പിന്നീട് ആ ചർച്ചയിലൂടെ പരിഹാരമായ ശേഷമാണ് മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടന്നത്.